ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഗോസ്റ്റ് ഹണ്ടറിൻ്റെ വീഡിയോ ആണ്. അതും തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ വീഡിയോ ആണ്. ഓൾറെഡി നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 ആണിത്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്ലീസ് വാച്ച് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ? ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് നമുക്ക് അറിയണ്ടേ? അങ്ങനെ ദാണ്ട് പിന്നെയും പ്രേതത്തിനെ കണ്ടു. അങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കി പോകാന്നൊക്കെ പറയുന്നുണ്ട്. ലൈറ്റ് ഓണാക്കി പോയാൽ പ്രേതത്തിന് പേടിയല്ലേ ലൈറ്റിന് മുമ്പിൽ വരാൻ. അതിന് ലൈറ്റ് ഓഫാക്കി പോകാൻ അവർ തീരുമാനിക്കുന്നു. പ്രേതത്തിനും പേടിയൊക്കെ ഉണ്ടല്ലോ, മനുഷ്യർക്ക് മാത്രമല്ലല്ലോ പേടി. ലൈറ്റ് ഓഫാക്കി ആ റൂമിൽ പോകാൻ നോക്കിയപ്പം പിന്നെ ഏതാണ്ട് വെളിയിലത്തെ ഡോറിൻ്റെ അവിടെ വന്നു. എന്നാൽ പ്രേതത്തിനെ കാണുമ്പോൾ അവിടെ ഇട്ട് പോവോ അതുമില്ല, ഇങ്ങനെ താളം തുള്ളി ഇങ്ങനെ നിൽക്കും. പിന്നെ സമയം കളയാൻ വേണ്ടി ഇവിടെ എന്തോ നടന്നതെന്നുള്ള അത് നിങ്ങളൂടെ കേട്ടോ. கம்பெனிக்காக அந்த கம்பெனியோட ஸ்டாஃப்ஸ்லாம் ஸ்டே பண்றதுக்காக அந்த கம்பெனி கட்டி கொடுத்த குவார்ட்டர்ஸ் தான் இந்த 18 வீடுமே. கிட்டத்தட்ட 18 குடும்பங்கள் இங்க வாழ்ந்துட்டு இருந்தாங்க. இப்பதான் இந்த இடத்துல ஹைவேஸ்லாம் வந்திருக்கு. இதுக்கு முன்னாடி இந்த இடம்லாம் ரொம்ப அவுட்டரா தான் இருந்தது. இது ரொம்ப அவுட்டர் தான். ஹைவேஸ் மட்டும் பக்கத்துல இருக்கு, அது ஒண்ணுதான் பிளஸ். அது இப்போ அப்ப கிடையாது. ஊருக்கு ஒதுக்குப்புறமா இருக்கனால நிறைய பேர் குடிக்கிறதுக்காக இங்க வந்து சண்டை போட்டு அடிச்சிட்டு சாகுறதும் இந்த மாதிரி சின்ன சின்ன விஷயங்கள் நடக்கும். 18 உங்ககிட்ட சொன்னல, அதுல ஒரு குடும்பத்தை சேர்ந்த ஒரு பொண்ணு தான் கண்மணி. அந்த கண்மணி ஒரு பையனை காதலிச்சதா சொல்றாங்க. 18 வீட்ல ஒரு ஃபேமிலி வந்து ஒரு பையனை வந்து காதலிச்சிருக்கா. அந்த பையன் கூட வந்து பாத்தீங்கன்னா ரொம்ப நெருங்கி பழகிட்டு இருக்கப்ப அந்த பொண்ணோட வீட்ல யாரும் இல்லாத நேரமா பார்த்து அந்த பையனை அந்த பொண்ணு வர சொல்லிருக்கா, சும்மா பேசிட்டு இருக்கிறதுக்காக. அந்த நேரத்துல அவங்க ரெண்டு பேரும் இங்க ஒண்ணா இருக்கும்போது அன்னைக்கு நைட்டுமே அவங்க ஃபேமிலி வர முடியாது அப்படின்னு சொன்னனால அந்த பையன் அன்னைக்கு நைட்டுமே அங்க ஸ்டே பண்ணிருக்கான். அன்னைக்கு நைட் அவங்க சந்தோஷமா இருந்ததுக்கு அப்புறம் அவங்களுக்குள்ள நிறைய பிரச்சனைகள் வந்திருக்கு, வாக்குவாதம் வந்திருக்கு, சண்டை வந்திருக்கு. அந்த கோவத்துல அந்த பையன் அந்த பொண்ணை போட்டு ரொம்ப அடிச்சதா சொல்றாங்க. சில பேர் அல்ல தெரியாம மெதுவா தான் அடிச்சான், கட்ட நேரம் அந்த பொண்ணு செத்து போச்சு அப்படின்னு நிறைய பேர் சொல்றாங்க. ஸ்ட்ராங்கான காரணம் என்னன்னா அந்த பையன் அந்த பொண்ணை போட்டு அடிச்சிருக்கான். அந்த டைம்ல மண்டையில அடிபட்ட அந்த பொண்ணு அந்த இடத்துல இறந்து போயிடுறா. அந்த பொண்ணு എൻ്റെ പൊന്നു, എന്നാ സ്റ്റോറിയാ ഇത്? എവിടെ നിന്ന് കിട്ടുന്ന അറിയത്തില്ല. അങ്ങനെ നമ്മുടെ കൺമണി ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. അങ്ങനെ ലവ് അഫെയർ അവൾ വീട്ടിലാരും ഇല്ലാത്തപ്പം വിളിച്ചിട്ട് എന്തുവാ അവരങ്ങാണ്ട് അവർ തമ്മിൽ വഴക്കായി അവൻ തലമണ്ടയ്ക്ക് ഇട്ടടിച്ചെന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് അവൾ മരിച്ചു പോയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ കഥയൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതെന്നാ ഇജാതി കഥകളൊക്കെ അടിച്ചിറക്കുന്നത്. ടോട്ടല് ഈ വീഡിയോ ഇവരുടെ വീഡിയോ 40 മിനിറ്റാണ്. ഈ 40 മിനിറ്റിൽ ഒരു 30 മിനിറ്റ് ഇവർ കഥ പറച്ചിലാണ്. കഥ ഇത്രയേ ഉള്ളൂ, നമുക്കിനി ഓടിച്ചുവിടാം അല്ലേ? அதெல்லாம் சொல்லல, ஆனாலும் அவங்க எல்லாருமே பயந்துட்டு இந்த இடத்த விட்டு காலி பண்ணி போய்கிட்டாங்க. കഥ പറഞ്ഞു എന്നിട്ടും തീർന്നില്ല. അപ്പോഴേക്കും അവൻ ഇരുട്ടത്തുനിന്ന് കണ്ടുപിടിച്ച ഒരാളെ. പക്ഷെ നമ്മൾ കണ്ടില്ല കേട്ടോ. ഈ ക്യാമറക്കകത്തോ വീഡിയോക്കകത്തോ ഒന്നും ആളെ കണ്ടില്ല. അങ്ങനെ പിന്നെയും നടന്ന് ഇങ്ങനെ പോവാണ്. நாய் வளர்க்குற பூண்டாடா அது. எப்படா இதுக்குள்ள போறது? நீங்க ஏதோ பார்த்த மாதிரி தெரிஞ்சிச்சு. என் பிரம்மையா என்னன்னு தெரியல. ഇപ്പൊ ഉള്ളിയുമേ ഒരു കറുപ്പ് പ്രേതത്തിനെ കണ്ടു. എന്നാ പിന്നെ ഡയറക്റ്റ് അങ്ങോട്ട് പോയി നോക്കാലെന്താ? നോക്കിയാൽ ഇവര് വാടകയ്ക്കെടുത്ത ആളെ പോലെ എനിക്ക് തോന്നുന്നുള്ളൂ. ഇത് ആസിഡ് മാറി ഇருக்கு. இந்த കാട്ടുകുള്ള എപ്പോഴാ? അത് ആസിഡാണോ? അത് ഞാൻ കണ്ടിട്ട് ആരോ ഉള്ളിട്ട് വെച്ച പോലെ ഉണ്ട്. കവർ പോട്ട് വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇവര് ഗോസ്റ്റിനെ കാണാനാണ് പോകുന്നത്. ഗോസ്റ്റിനോട് സംസാരിക്കാനും ഗോസ്റ്റിനോട് അതിനെ റിവീൽ ചെയ്യാനാണ് ഇവർ പോകുന്നത്. പക്ഷെ ഇവര് ഗോസ്റ്റിനെ കാണുമ്പം ഫോൺ വൈബ്രേറ്റ് ആക്കുക, ഷെയ്ക്ക് ആക്കുക, ബ്ലർ ആക്കുക, ഇതെല്ലാം കാണിച്ച് പേടിച്ചു ഓടുക, ഇതൊക്കെയാണ്. എന്നാ പിന്നെ ഇത് പണിക്കിറങ്ങാണ്ടിരുന്നാ പോരെ? പിന്നെയും ഗോസ്റ്റിനെ കാണുന്നുണ്ട്, പ്രേതത്തിനെ പിന്നെയും കാണുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അവർ ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കഥവ് തന്നെ. ആമാ, ഇതൊന്നുമില്ല ഗൈസ്. പിന്നെയും ഇവരിങ്ങനെ സ്റ്റോറി നീട്ടിക്കൊണ്ട് പോവാണ്. വീഡിയോയുടെ ലെങ്ത് ഇങ്ങനെ ലാഗടിച്ച് ഫുൾ ലാഗാണ്.
ഗോസ്റ്റിന് എന്താ, കല്ലിനോടും തടിയോടും, കല്ലെടുത്തെറിയുന്നു, തടിയെടുത്തെറിയുന്നു, ഇത്രയും ചെയ്യാവുന്ന ഗോസ്റ്റിന് ഇവരുടെ അടുത്ത് ചെന്ന് ധൈര്യമായിട്ടും ഇവരെ എന്തിനു ചെയ്തൂടെ? ഒരിക്കലും ഇതെല്ലാം ഇവര് ആളെ നിർത്തി ഇവർ തന്നെ ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഗോസ്റ്റിനെ കണ്ട വീട്ടിലോട്ട് കയറി പോവാണ്. ஆனா ஒரு பொண்ணை அடிக்கிற அளவுக்கு கேவலமான பிறவி நாங்க கிடையாது. இந்த ஒரு விஷயம் போதும், உன் பாய் ஃப்ரெண்டை விட நாங்க எவ்வளவோ நல்லவங்க. சோ நீங்க எங்களை நம்பலாம், எங்க கிட்ட நீங்க பேசலாம். என்னடாச்சு? ഇത് കരയാൻ ഉള്ള പോற மாதிரி இருக்குடா. ഈ ആളെ ഒന്ന് നോട്ട് ചെയ്തോ. ഈ ആളാണ് ഈ വീഡിയോയിലെ ഏറ്റവും ബെസ്റ്റ് ആക്ടർ. ഇവൻ ഓസ്കാർ അവാർഡ് കൊടുക്കണം. கோபுரம் இந்த மாதிரி கத்தி பார்த்துருக்கீங்களா? இது ஆட்டோமேட்டிக்காக எல்லாமே ஃப்ரீஸ் ஆகி ஆட்டோமேட்டிக்காக லீப்ஸ் வந்துருக்கு. இந்த மாதிரி எங்கேயுமே கோபுரம் கத்தி பார்த்துக்கிறேன். அவன் தும்பிட்டு இருந்தான்னு சொல்லி தண்ணி எடுத்து இப்போ தான் அவனுக்கு கொடுத்துட்டு திரும்பினா இது பாட்டு கத்த ஆரம்பிச்சிருச்சு. ഗോപ്രോ വരെ പ്രേതം കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ஒன்றும் இல்லை முதுகுல தடவடா, மெதுவா தடவடா. ஏய் எதுக்குடா வாந்தி எடுக்கிற அளவுக்கு வேணா நடந்துச்சு? പറഞ്ഞു വരുന്നത് പ്രേതം അവൻ്റെ ദേഹത്ത് കയറിയിട്ടുണ്ടെന്നാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ തോന്നുന്നില്ല, ചിലപ്പോൾ തോന്നാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റ് ചെയ്യുക കേട്ടാ. ரொம்ப லோவா ஃபீல் பண்றேன் நான். என்னடா அவனை எதுவும் பண்ணாத. பயமா இருக்குடா, எதுவும் ஆயிர போறா. ஓகே, நாங்க இங்க இருந்து கிளம்புறோம். അങ്ങനെ നമ്മുടെ കൺമണി വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് കൺമണി അവിടെ നിന്ന് അവൻ്റെ ദേഹത്ത് ഓരോന്ന് കയറ്റി അതും ഇതും ചെയ്യുന്നതാണെന്നാണ് ഇവർ പറയുന്നത്. இப்படி பண்ணிட்டு என்ன பண்ணுது உனக்கு? അങ്ങനെ നമ്മുടെ കഥാനായകൻ വാസു ഒറ്റയ്ക്ക് കൺമണിയുടെ അടുത്തോട്ട് പോവാണ്. கண்மணி உனக்கு அவ்வளவு தைரியம் தான், எங்க முன்னாடி வா. எதுக்கு ஓடுற? எங்க ஃப்ரெண்டை எதுவும் பண்ண ட்ரை பண்ணாத. കൺമണിയെ വെല്ലുവിളിക്കുന്നുണ്ട്. മുന്നാടി വാ എന്നൊക്കെ പറഞ്ഞുണ്ട്. കൺമണി മുന്നാടി വരുന്നുണ്ട്. പക്ഷെ മുന്നാടി വരുമ്പോൾ ഇവര് പിന്നാടി ഓടിപ്പോവാ. தான் வந்து டார்கெட் பண்ணிருக்கேன்னு நினைக்கிறேன். அப்படிதான் எனக்கும் தோணுது. கண்மணி உனக்கு என்ன வேணும்னு சொல்லு, அதை நாங்க கொடுத்துட்டு கிளம்புறோம். இங்க ഒരു ബിരിയാണിയും ചിക്കൻ ഫ്രൈയും കൊടുക്കുവോ? நான் இந்த வீடு எல்லாத்தையும் இடிக்க ட்ரை பண்ணுவோம். நீ எங்களை எதனா பண்ணா திரும்ப நாங்கள் எதனா பண்ண தானே செய்வோம். ஆ, நீ எங்க இருக்க? நான் உன்னை பார்க்கலாமா பக்கத்தில் வந்து? വാസു ഒറ്റയ്ക്ക് കൺമണിയെ തപ്പി ഇറങ്ങിയേക്കുക. என்னாச்சியா? ஒன்றும் இல்லை. அங்கேயும் அவனை அட்டாக் பண்ற மாதிரி இருக்குது. வாசு വാസുവിനെയും കൺമണി അറ്റാക്ക് ചെയ്യാൻ വന്നു കേട്ടാ. കൂട്ടത്തിൽ ഇവിടെ ഒരുത്തൻ്റെ അവന് ഇതുവരെ കുനിഞ്ഞു കിടന്ന ആള് നേരെ പൊങ്ങിയിട്ടില്ല. எல்லாம் ஹாஸ்பிட்டலுக்கு கிளம்பிடலாம் வாங்க. கேமரா கீழே பிடிச்சி இழுத்து விட்டுருச்சு ஆக்சுவலா. അത് ശരിയാ, കൺമണിക്ക് ക്യാമറ വേണം അടുത്ത വ്ളോഗ് എടുക്കാൻ. ரொம்ப சந்தோஷம். உனக்கு கேவலமா கொன்ன உன்னோட பாய் ஃப்ரெண்டுக்காக இவ்வளவு சீப்பான பிஹேவியர் எல்லாம் நீ பண்ணுவேன்னு எதிர்பார்க்கல. இப்போ புரியுது உங்களுக்குள்ள என்ன வாக்குவாதம் நடந்திருக்கும், எதனால அவன் உன்னை கொன்றுப்பா அடிச்சிருப்பான்ட்டு. டோர் ஆடுது. ஓ மை காட், டோர் ஆடுது. ஓகே ஃபைன், கிளம்புறேன். ഇപ്പോൾ ആ ഡോർ അവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് കൺമണിയാണെങ്കിലും ശരി, ഗോസ്റ്റ് ആണെങ്കിലും ശരി, പ്രേതമാണെങ്കിലും ശരി, അല്ല ഏതെങ്കിലും ആളാണെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനകത്ത് കയറിപ്പോകാൻ പറ്റാത്തത്. അതിനകത്ത് കയറിപ്പോയത് ആരാന്ന് കണ്ടുപിടിക്കാം. കയറിപ്പോയ അവരുടെ ആർട്ടിസ്റ്റ് തന്നെയാണല്ലോ അതിനകത്ത് ഇരിക്കുന്നത്. ഇവർ കാശ് കൊടുത്ത് വാടകയ്ക്ക് ഇറക്കുന്ന ആളായിരിക്കുമല്ലോ. അങ്ങനെ ഇവന് പറ്റിയ കഥ പറയാൻ പോവാണ് ഇവര്.
ஒரு மடக்கு குடி. அதுக்கு நக்கலோ என் மைண்ட் கொஞ்சம் பேங்க் ஆயிட்டு என்னமோ ஒரு 5 நிமிஷம் எதுவுமே தெரியல எல்லாம் விட்டாச்சு. அதுக்கு முடிச்சு போட்டு தண்ணி அடிக்கிறேன். அண்ணி என்ன முடிஞ்சு சொன்னா அடிச்சதா தெரிஞ்சு நான் போறேன் அப்படி நாக்கு. போலாம். அவங்களே விருப்பப்படல பேசுறதுக்கு, போலாம். அது அட்டாக் பண்ணுறது மூடில் மட்டும்தான் இருக்குது. சரி வாங்க போகலாம். അതെ, കൺമണിക്ക് അറ്റാക്ക് പണ്ടുന്ന മൂഡ് മാത്രമേ ഉള്ളൂ ഇപ്പം. എന്തിനാണാവോ? അപ്പാ സമ്മതിക്കണം ഗായ്സ്, ഇമ്മാരി ആൾക്കാരെ ഇങ്ങനെ ഗോസ്റ്റ്. എൻ്റെ അഭിപ്രായം ഞാൻ പറയുവാണ്, ഇതൊരിക്കലും ഒരു റിയൽ ഗോസ്റ്റ് ഹണ്ടിങ്ങോ ഒന്നുമല്ല. ഇത് അവർ തന്നെ ആൾക്കാരെ അവർ തന്നെ കാശ് കൊടുത്തിറക്കി നമ്മളെ ഏമാത്തി അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചെടുക്കുന്ന വീഡിയോസാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കനോടൊന്ന് ടിങ് ടിങ് ആക്കിയിട്ടിട്ട് പോവാം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്.